ഹലോ, നമുക്കിന്ന് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു തേങ്ങയാണ്. നിങ്ങൾക്കത് ആവശ്യമുള്ള എത്ര വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കാം കേട്ടോ. ആദ്യം തേങ്ങ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചിരകിയെടുക്കാം. ഈ ചിരവിയെടുത്ത തേങ്ങയില്ലേ മിക്സിയിലേക്ക് ഇടുക, എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അധികം വെള്ളം ഒഴിക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടും അടിച്ചെടുക്കാം കേട്ടോ ഇത്. എന്നിട്ട് ഈ അടിച്ചെടുത്ത തേങ്ങ നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ ഒരു തുണി വെച്ചിട്ടോ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അരിച്ചെടുത്ത പാല് ഒരു ദിവസം ഫുള്ളും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കാം. ഞാനിപ്പോൾ ചെയ്തത് വൈകുന്നേരമാണ്, എന്നിട്ട് രാത്രി ഒരു ദിവസം ഫുള്ളും ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേന്ന് ഇതുപോലെ തന്നെ രാവിലെ ആയപ്പോഴത്തേക്കും അതിൻ്റെ ക്രീമും അതുപോലെ തന്നെ ആ വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയായിരുന്നു. ഈ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയ ആ ഒരു ക്രീം മാത്രം എടുത്തിട്ട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ചെറിയ ചൂടിൽ അതൊന്ന് മുരിയിച്ചെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ആറിയതിന് ശേഷം വേറെ ഒരു കുപ്പിയിലേക്ക് എണ്ണ മാത്രം അരിച്ചെടുത്തിട്ട് മാറ്റാം. മുടി കൊഴിച്ചിലിനൊക്കെ ഈ ഒരെണ്ണ നല്ലൊരു പരിഹാരമാണ്. ഒരു 3 മാസം വരെ യൂസ് ചെയ്ത് നോക്കണം, എന്നാലേ ആ ഒരു റിസൾട്ട് നമ്മൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യമേ തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.